കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികൾ അവരുടെ മൃതദേഹം ഇന്നിപ്പോൾ കൊച്ചിയിലെത്തിക്കും. അല്പസമയത്തിനകം 8:45 കൂടി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി പി രാജീവ് നെടുമ്പാശ്ശേരിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും. സഹിൻ ആന്റണിയോട് ചോദിക്കാൻ നമുക്ക് എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ആയോ, ബന്ധുക്കളൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. സഹിൻ, ഈ ഒരു 28-അംഗ സംഘം കാഴ്ചകൾ കാണാൻ, കെനിയയിലെ കാഴ്ചകളൊക്കെ കാണാൻ, അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ ഒരു ദുരന്തം 6 പേരുടെ ജീവൻ എടുത്തു. ഇപ്പോൾ അവരുടെ മൃതദേഹം ഇന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറിൽ നിന്നായിരുന്നു ആ 28-അംഗ സംഘം കെനിയയിലേക്ക് യാത്ര പോയത്. ഒരു ഇടവേളയ്ക്ക് ഒരു ഉല്ലാസയാത്രയായിട്ട് പോയതാണ് ഈ 28 പേരും. പക്ഷേ ഇതിൽ 5 പേരാണ് കെനിയയിലെ നെഹ്റുവിൽ വെച്ചുണ്ടായിരുന്ന ബസ് അപകടത്തിൽ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത്. ഈ 5 മലയാളികളായിരുന്നു. ഈ 5 മലയാളികളുടെ മൃതദേഹം ഇന്ന് 8:45 എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. അവിടെ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് ഇവരുടെ സ്വദേശങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 5 പേരിൽ 2 പേർ മൂവാറ്റുപുഴ സ്വദേശികളാണ്. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, 29 വയസ്സാണ് ജസ്നയ്ക്കുള്ളത്. ജസ്നയുടെ മകൾ റൂഹുണ്ട്. ആ കുട്ടിക്ക് 1.5 വയസ്സാണുള്ളത്. മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശിനിയാണ്, ഗീത ഷോജി ഐസക്. ഗീത നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു അധ്യാപിക കൂടിയായിരുന്നു. ഏറെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. ഗീതയുടെ മൃതദേഹം കലൂരിലേക്കായിരിക്കും കൊണ്ടുവരിക. ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസം സൂക്ഷിക്കും. ചൊവ്വാഴ്ചയോടുകൂടിയായിരിക്കും സംസ്കാരം ഉണ്ടാകുക. മൂവാറ്റുപുഴ സ്വദേശികളുടെ സംസ്കാരം ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു 2 പേർ പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള റിയയാണ്. റിയയ്ക്ക് 41 വയസ്സാണ് ഉള്ളത്. റിയയുടെ മകളുണ്ട്, ടൈറ റോഡ്രിഗസ്. ആ കുട്ടിക്ക് 7 വയസ്സാണുള്ളത്. അങ്ങനെ 5 പേരുടെ മൃതദേഹമാണ് ഇന്ന് എത്തിക്കുന്നത്. 8:45 മൃതദേഹം എത്തിക്കുക. അവിടെ നിന്ന് സർക്കാരിൻ്റെ പ്രതിനിധികൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറും. ഇന്നലെ വൈകുന്നേരം 6:30 കെനിയയിലെ നെയ്റോബിയിൽ നിന്നും അവർ ബന്ധുക്കളോടൊപ്പം പുറപ്പെട്ടത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ എടുത്തു പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം യെല്ലോ ഫീവർ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ട്രാവൽ ഏജൻസി അവസാന ഘട്ടത്തിലായിരുന്നു അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നത് വൈകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോടും ഒപ്പം തന്നെ കെനിയൻ സർക്കാരിനോടുമെല്ലാം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും സർക്കാർ പ്രതിനിധി ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയും അത് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മൂവാറ്റുപുഴ സ്വദേശികളുടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ചൊവ്വാഴ്ചയോടുകൂടി ആയിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയുടെ സംസ്കാര ചടങ്ങ് ഉണ്ടാവുക. ശരി സഹിൻ, വ്യക്തമാണ്. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കും.